വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവർ. ആ പാലക്കാട് നിന്ന് ചിറ്റൂരിൽ നിന്ന് കാണാതായ സഹാൻ എന്നുള്ള 7 വയസ്സുകാരൻ്റെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നൊരു വാർത്ത കണ്ടിരുന്നു. സത്യത്തിൽ പോലീസുകാരും അതേപോലെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാരും പറയുന്നത് അങ്ങനെ പ്രത്യേകിച്ച് അസ്വാഭാവികങ്ങളൊന്നുമില്ല, ബലം പ്രയോഗിച്ചതിൻ്റെ അടയാളങ്ങളില്ല, കുട്ടി മുങ്ങി മരിച്ചതാണ് എന്നുള്ളതാണ്. പക്ഷേ ചില ദുരൂഹതകളുണ്ട്, ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളുണ്ട്. ഈ കുട്ടി എങ്ങനെയാണ് 100 മീറ്റർ അകലെയുള്ള ഈ കുളത്തിലേക്ക് പോയത്? ആ കുളത്തിൻ്റെ ഒരു ഘടന വെച്ചിട്ട് ഒരിക്കലും ആ കുട്ടി അങ്ങോട്ട് പോകാൻ സാധ്യമല്ല. അപ്പോൾ ഇന്നലെ ഉച്ചയ്ക്ക് 11 മണിക്കാണ് ഈ സഹാൻ എന്നുള്ള 7 വയസ്സുകാരനെ പാലക്കാട് ചിറ്റൂർന്ന് കാണാതായത്. ഈ കുട്ടിക്ക് എന്തോ കേൾവിക്കെന്തോ പ്രശ്നങ്ങളുണ്ട്, സംസാരിക്കാൻ എന്തോ പ്രശ്നങ്ങളുണ്ട്. ഈ കുട്ടി അതിൻ്റെ ജ്യേഷ്ഠനായിട്ട് എന്തോ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തോ ബാഡ് ബോയ്സ് എന്തോന്നൊക്കെ വിളിച്ചത്രേ. അങ്ങനെ വിളിച്ചപ്പോൾ തമ്മി തെറ്റിയപ്പോൾ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് പുറത്തിറങ്ങി. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, എന്തെങ്കിലും പിണങ്ങി കഴിഞ്ഞാൽ വീട്ടിൻ്റെ അവിടെ നിന്ന് പുറത്തിറങ്ങി റൂമിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കും. അങ്ങനെയാണ് വീട്ടുകാർ കരുതിയുള്ളൂ. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഉമ്മ അവിടെ അല്ല, ഉമ്മ ഒരു ടീച്ചറാണ്, ഏതൊരു പബ്ലിക് സ്കൂളിലെ ടീച്ചറാണ്. ഉമ്മ അങ്ങോട്ട് സ്കൂളിൻ്റെ എന്തോ ആവശ്യത്തിന് വേണ്ടി പോയതാണ്. ഉപ്പ അനസ് ഗൾഫിലാണ്. അപ്പോൾ ആ വീട്ടിലുണ്ടായിരുന്നത് വല്യമ്മ ഉണ്ടായിരുന്നു, വല്യമ്മയുടെ സഹോദരി ഉണ്ട്, പിന്നെ അവരുടെ മക്കളുണ്ട്, ഇവൻ്റെ ജ്യേഷ്ഠനുണ്ട്, ഇവരൊക്കെയാണ് വീട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ ഇവർ വീടിനടുത്തുള്ള ഒരു പാർക്കിൽ പോയിട്ട് കളി കഴിഞ്ഞ് വന്നിട്ട് വീട്ടിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ചെറിയൊരു വഴക്കുണ്ടായി. ആ ഒരു വഴക്കിനെ തുടർന്ന് ഇതിൽ ആരോ ഇവൻ്റെ ജ്യേഷ്ഠനെ ബാഡ് ബോയ്സ് എന്ന് വിളിച്ചു. അപ്പോൾ പിണങ്ങി മാറുന്നതാണ്. സ്വാഭാവികമായിട്ട് ഇവനങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ വീട്ടിലേക്ക് കയറി വരും. പക്ഷെ ഇവനെ കാണാനില്ല. അങ്ങനെ നോക്കുമ്പോഴാണ് നാട്ടുകാരോട് പറഞ്ഞു. നാട്ടുകാരും അന്വേഷണം തുടങ്ങി, പോലീസിനോട് പറഞ്ഞു. പിന്നെ ഇവനെ ഡോഗ് സ്ക്വാഡ് വന്നു, വീടിനടുത്തുള്ള കുളത്തിൽ പരിശോധിച്ചു. ഈ ഡോഗ് അങ്ങോട്ടാണ് പോയത്. പക്ഷേ അപ്പോഴൊന്നും ഈ കുട്ടിയുടെ ഒരു സൂചനയില്ല. ഇന്നലെ ഒരുപാട് നമ്മളടക്കം ചാനലിലൊക്കെ പറഞ്ഞിരുന്നു കുട്ടിയെ കണ്ടെത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ 22 മണിക്കൂറിന് ശേഷം ഈ കുട്ടിയെ കാണുന്നത് 800 മീറ്റർ അകലെയുള്ള ഒരു കുളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഈ കുട്ടി എങ്ങനെ അങ്ങോട്ട് പോയത്? അത്രയും ദൂരം എങ്ങനെ ഈ കുട്ടി പോകും? ഒരാൾ കൊണ്ടുപോകാതെ ഈ കുട്ടി പോവില്ല. കാരണം അത് ഉറപ്പാണ്. അവിടുത്തെ ജനപ്രതിനിധികളടക്കം പറയുന്ന ഒരു കാര്യമാണ്, ഈ കുട്ടി ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകാൻ സാധ്യത. കാരണം ഈ കുട്ടി അങ്ങോട്ട് പോയിട്ടുള്ള പരിചയമൊന്നുമില്ല. കുട്ടി നഴ്സറിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ആ ഒരു കുളത്തിൻ്റെ അവിടെ എന്ന് പറഞ്ഞാൽ ആ കുളത്തിനും റോഡിനും ഇടയിൽ ചെറിയൊരു ചാലുണ്ട്. ആ ചാല് അങ്ങനെ കുട്ടിക്ക് കടക്കാൻ പറ്റില്ല. പിന്നെ ആ ചാലിനെ ക്രോസ് ചെയ്യുന്ന ഒരു തരം പോസ്റ്റ് പോലെ ഒരാൾക്ക് നടക്കാവുന്ന രീതിയിലുള്ള ഒരു വഴിയാണ്, മേലെ കൂടെ ചെറിയൊരു ഓവാലം പോലത്തത്. അതിന്മേൽ കൂടെ കുട്ടി നടക്കൂല എന്ന് ഉറപ്പാണ്. പിന്നെ അങ്ങനെ കാൽ വഴുതി വീഴാവുന്ന ഒരവസ്ഥയല്ലേ ഈ കുളത്തിനുള്ളത്. അപ്പോൾ ആരോ ഈ കുട്ടിയെ മനഃപൂർവ്വം അവിടെ കൊണ്ടിട്ടുള്ളത് ഉറപ്പാണ്. അല്ലാത്തൊരു സാഹചര്യം വരില്ല. അതാരാണെന്നുള്ളത് എന്നാലും പോലീസ് കാര്യമായിട്ട് വിഷയം അന്വേഷിക്കുന്നുണ്ട്. ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട ജനപ്രതിനിധി പറഞ്ഞ കാര്യം ഒന്ന് കേട്ടു നോക്കും. ഇപ്പോൾ ബോഡി ലഭിച്ച കുളം റോഡിന്റെ സൈഡല്ല, അപകടത്തിൽ വീഴാൻ ഒരു ചാല് കടന്നത് വലിയ ആളുകൾക്ക് പോലും കടക്കാൻ ചെറിയ പാലങ്ങളാണുള്ളത്. അങ്ങനെ സ്വമേധയാ അങ്ങോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഏതായാലും പോലീസ് വിശദമായി തന്നെ പരിശോധിക്കും. ഇവിടെ CCTV ഇല്ല ഈ ഭാഗത്തില്. ഈ പാർക്ക് എന്ന് പറഞ്ഞാൽ പാർക്കിൽ CCTV ഉണ്ട്. അത് നമ്മള് മുനിസിപ്പാലിറ്റിയുടെ CCTV പരിശോധിച്ചു. പക്ഷെ അവിടെ വന്നതായിട്ട് നമ്മൾ കണ്ടില്ല. പോലീസിന് പാർക്ക് ഈ വാട്ടർ ടാങ്കിന്റെ തൊട്ട് സൈഡിലുള്ളതാണ് പാർക്ക്. പാർക്കിൽ കുട്ടികൾ സഹോദരനും മറ്റു കൂട്ടുകാരുമായിട്ട് അവിടെ ഇടയ്ക്ക് കളിക്കാൻ പോകാറുണ്ടെന്നാണ് കിട്ടിയ വിവരം. ഇതല്ല, പാർക്കിൽ നിന്ന് വീട്ടിലേക്ക് പോകാൻ മറ്റൊരു വഴിയും കൂടെ ഉണ്ട്. പക്ഷെ ഈ വഴിയും എടുക്കാറുണ്ട്. ഇനിയിപ്പോൾ പോകാറുള്ളതായിട്ട് നമുക്ക് അറിവില്ല. പക്ഷെ കുട്ടിയുടെ അമ്മ ഇന്നലെ ഈ വഴിക്ക് വന്നിരുന്നു എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അമ്മ വന്നു എന്ന് പറഞ്ഞ കുട്ടി അമ്മയുടെ പുറകെ അങ്ങനെ വല്ലതും വന്നിട്ടുണ്ടോ? അമ്മ ആ വഴിക്ക് പോയതാണ്. അമ്മ വീട്ടിലായിരുന്നു ആ സമയത്ത്. അമ്മ ഈ വഴിക്ക് പോയിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ വന്നിട്ടുണ്ടാവുമോ എന്ന് ഏതായാലും ഇത് വിശദമായി പരിശോധിക്കും. അമ്മ രാവിലെ ഇതിലെ വന്നിരുന്നു എന്നാണ് ഇപ്പോൾ ആളുകൾ പറഞ്ഞത്. ഒരു അസ്വാഭാവികത ഉണ്ട്. കാരണം സാധാരണഗതിയിൽ അങ്ങനെ കുട്ടി വരാറില്ല. കുട്ടി വീട്ടിൽ നിന്ന് അധികം ദൂരം ഒറ്റയ്ക്ക് പോയി കളിക്കാവുന്നതല്ല. ഏതായാലും ഈ കുളത്തിൽ നടന്നു പോകുമ്പോൾ വീഴാൻ സാധ്യത വളരെ കുറവാണ്. കാരണം കുളത്തിലേക്ക് ഇന്നലെ ഇവിടെ നടത്തിയില്ല. കാരണം ഡോഗ് സ്ക്വാഡ് വന്നത് മറ്റ് 2 കുളത്തിന്റെ പരിസരത്തൂടെയാണ്. അപ്പൊ ആ 2 കുളത്തിലാണ് ഇന്നലെ കോട്ടേഴ്സിന്റെ 100 മീറ്റർ അപ്പുറത്താണ് മറ്റൊരു കുളമുള്ളത്. അവിടെ പരിശോധന നടത്തിയിരുന്നു. അപ്പൊ അവിടെ ഇല്ല. അപ്പൊ ഇന്നലെ ഈ കുളം നമ്മൾ ആരും ശ്രദ്ധയിൽപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ഡോഗ് സ്ക്വാഡും വന്നില്ല. ഇവിടെ ആരും പ്രതീക്ഷിക്കുന്നില്ല. കാരണം റോഡ് ഈ നടന്നു പോകുന്ന ഒരാൾ അപകടത്തിൽപ്പെടുന്ന ഒരു സ്ഥലമല്ല. കാരണം ഒരു കനാലുണ്ട്, ആ കനാലിന് അപ്പുറമാണ് ഈ കുളം ഉള്ളത്. മറിഞ്ഞു വീണു പറയാൻ കഴിയില്ല. കുളത്തിലേക്ക് ഇറങ്ങുക തന്നെ വേണം. ഒന്ന് വിശദമായിട്ട് അന്വേഷിക്കേണ്ടതാണ്. കാരണം അപകടം നടന്നു പോകുമ്പോൾ അപകടം പറ്റുന്ന രീതിയിലല്ല ഈ കുളത്തിന്റെ ഘടന കിടക്കുന്നത്. അല്ല, മറ്റു 2 സ്ഥിതി വരുമ്പോൾ നടന്നു പോകുമ്പോൾ വീഴാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇത് റോഡാണ്. റോഡിൽ നിന്ന് ഒരു കനാല് കടന്ന്
അപ്പുറത്താണ് ഈ കുളം. ആൾപെരുമാറ്റമുള്ള സ്ഥലം തന്നെയാണോ ഇവിടെ ഈ കുളത്തിന്റെ പരിസരമൊക്കെ? ആൾപെരുമാറ്റമുള്ളതാണ്. കാരണം കുളിക്കാൻ ആളുകൾ കുളിക്കുന്ന ഒരു കുളവും കൂടെയാണ്. ആൾപെരുമാറ്റമുള്ള. പക്ഷെ ആ സമയത്ത് കുളിച്ചുകൊണ്ടിരിക്കുന്നത്, രാവിലെ കുളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് കുളിച്ചിട്ടുണ്ടാവാം. കാരണം കുളിച്ചിട്ടുണ്ടാവാൻ അപ്പോഴൊന്നും ശ്രദ്ധപ്പെട്ടിട്ടുണ്ടാവില്ല. കാരണം പട്ട് കഴിഞ്ഞാൽ ബോഡി പോകുമ്പോൾ അല്ല, അത് നമ്മളെ വെള്ളത്തിനകത്ത് ബോഡി കിടന്നാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാവുന്ന സാധ്യതയുണ്ട്. അപ്പോൾ അത് ഏതായാലും അത് പോലീസ് വിശദമായൊരു അന്വേഷണം വേണം. അപകട സാധ്യത അല്ലാതെ ഒന്ന് പരിശോധന, അതിന് വിശദമായൊരു അന്വേഷണം തന്നെ വേണം. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ശരിക്കും പോലീസ് അന്വേഷണങ്ങൾ നടക്കട്ടെ. ഇദ്ദേഹം പറയുന്നു, ഇദ്ദേഹം അവിടുത്തെ ഒരു ജനപ്രതിനിധിയാണ്. അപ്പോൾ അദ്ദേഹം വളരെ ഗൗരവമായിട്ട് പറയുന്ന ഒരു കാര്യം, ഒരു കാരണവശാലും ഈ കുട്ടി അങ്ങോട്ട് പോകാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. പക്ഷേ പോലീസ് ഒരു കാര്യം പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ കുട്ടി തൻ്റെ സഹോദരനും ഒന്നിച്ചിട്ട് ഈ കുളത്തിൻ്റെ അടുത്തുള്ള ഒരു പാർക്കിലേക്ക് കുട്ടി കളിക്കാൻ പോയിരുന്നു. അപ്പോൾ ആ ഒരു പരിചയം വെച്ചിട്ടാണോ ഈ കുട്ടി പോയത്? എന്തായാലും ചില മരണങ്ങൾ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഈ ഒരു കുട്ടി നമ്മൾ ആദ്യം ഇത് കാണാതായപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് കുട്ടികൾ കാണാതാവലുണ്ട്. ഞാനും അത്ര തന്നെ കരുതിയുള്ളൂ അതിലൊരു കുട്ടി. പക്ഷേ പിന്നീടാണ് കുറച്ച് വൈകിയപ്പോഴാണ് ഞങ്ങളുടെ മിസ്സിംഗ് ഗ്രൂപ്പിലൊക്കെ അത് വന്നു. ഇപ്പോൾ ചിറ്റൂരിലുള്ള 7 വയസ്സുള്ള സഹാനെ കാണാനില്ല. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഇതിൽ ഇൻസ്റ്റയിൽ ഞാൻ എൻ്റെ വീഡിയോ ചെയ്തു. കാരണം കുട്ടിനെ കാണാൻ ഇപ്പോൾ ഇന്നാണ് സത്യത്തിൽ ഞാൻ രാവിലെ നമ്മുടെ യൂട്യൂബിലൊരു ഷോട്ടൊക്കെ ചെയ്തത്. പക്ഷേ കുട്ടീനെ കണ്ട് കിട്ടുന്ന പ്രതീക്ഷയിൽ തന്നെയായിരുന്നു. വൈകിട്ട് വല്യമ്മയുടെ ചില സംസാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുട്ടിയുടെ വല്യമ്മയുടെ. അങ്ങനെ കുട്ടി അങ്ങനെ എവിടെയും പോകുന്നൊരു കുട്ടിയല്ല, കുട്ടിക്ക് അങ്ങനെ വലിയ പരിചയമില്ല. പക്ഷേ ഈ കുട്ടി എവിടെയൊക്കെ നടന്നു പോകുന്നത് ആരോ കണ്ടോരുണ്ട്, ഏതോ ആശാ വർക്കർമാർ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ വലിയ പ്രതീക്ഷയിലായിരുന്നു. കേരളത്തിലെ എല്ലാ ചാനലുകളും ഇതൊക്കെ വലിയ വാർത്തയാക്കിയിട്ട് കൊടുത്തു, കാണുന്നൊരു പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ ഒരിക്കലും എവിടെ പൊന്നുമോൻ സഹാൻ എവിടെ എന്നൊക്കെ ഒരുപാട് പോസ്റ്റ് കാർഡുകൾ എല്ലാവരും ഇറക്കിയിരുന്നു. പക്ഷേ ഇന്നൊരു 10 മണിയോടുകൂടി നമ്മൾ കേൾക്കുന്നൊരു വാർത്ത, അവൻ മരണപ്പെട്ടു, ആ കുളത്തിൽ വീണ് മരണപ്പെട്ടു എന്നുള്ളതാണ്. ഇനി മറ്റാരുടെയെങ്കിലും പങ്കതിലുണ്ടോ? എന്തായാലും പോലീസ് ആ വിഷയം കൃത്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. അത് കണ്ടെത്തും തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. പിന്നെ കൂട്ടത്തിൽ ഇപ്പോൾ ഇന്നൊരു വൈകിട്ടോട് കൂടിയിട്ടാണ് അവനെ ഖബറടക്കിയിട്ടുള്ളത്. ആദ്യം അവൻ്റെ മയ്യത്ത് അവൻ പഠിക്കുന്ന സ്ഥാപനത്തിൽ കൊണ്ട് പൊതുദർശനത്തിൽ വെച്ചു. പിന്നീട് ഉമ്മാടെ വീട്ടിലേക്ക് കൊണ്ടുപോയി വൈകിട്ടാണ് അവൻ്റെ നാട്ടിലുള്ള പള്ളിയിൽ ഖബറടക്കിയത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ദുആ ചെയ്യുക, ആ ഒരു കുടുംബത്തിന് ക്ഷമ നൽകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കുട്ടിക്ക് എന്താണ് കൃത്യമായി സംഭവിച്ചത് എന്ന് അറിയേണ്ടതുണ്ട്. സാധാരണ സംഭവിക്കുന്നൊരു പിന്നെ അപസ്മാരമുള്ള പലരും പറഞ്ഞതാണ്, നമുക്ക് എത്രത്തോളം അതിൽ വാസ്തവമുണ്ടെന്ന് അറിഞ്ഞുകൂടാ. അപസ്മാരമുള്ള ആളുകൾക്ക് വെള്ളം കണ്ടാൽ പ്രത്യേക ഒരു അടുപ്പാത്രന്മാരാണ്, ഇങ്ങനെ വെള്ളത്തിലേക്ക് പോയിട്ട് വീഴാൻ തോന്നുന്നൊക്കെ പറയണത്. ഇപ്പോൾ ഈ കുട്ടിക്ക് അപസ്മാരം ഉണ്ട് എന്നൊക്കെ അതൊക്കെ ബന്ധുക്കൾ ചാനലിൽ പറഞ്ഞിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അപസ്മാരമുള്ള കുട്ടികൾക്ക് വെള്ളത്തിലേക്ക് പോയിട്ട് വീഴാവുന്നൊരവസ്ഥയിലേക്ക് എത്തുന്നുള്ളത് അതിൽ എത്രത്തോളം എനിക്കതിനെക്കുറിച്ചിട്ട് ശാസ്ത്രീയപരമായിട്ടോ അല്ലെങ്കിൽ മറ്റൊന്നും എനിക്കറിയില്ല. അങ്ങനെ നാട്ടിലുള്ള പല ആളുകളും പറയുന്നൊരു സംഗതിയാണ് അങ്ങനെ ഉണ്ട് എന്നുള്ളത്. എത്രത്തോളം അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും ദുആ ചെയ്യും. നമ്മുടെ ഇപ്പോൾ ഇതിലൊക്കെ ഒരു ചെറിയ വിഷയം വരുമ്പോഴൊക്കെ പിണങ്ങി നിൽക്കുന്നൊരു പ്രകൃതം ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും കരുതിയത് ഇല്ല, സാധാരണത്തതുപോലെ ഒരു പിണങ്ങി കുട്ടി വരും. ഇപ്പോൾ കണ്ടില്ല നിങ്ങളതിൽ ചെറിയൊരു ബാഡ് ബോയ് എന്ന് പറയുന്നൊരു വാക്കാണ് ആ കുട്ടീനെ. നമ്മൾ എത്ര ചെറുതാണെങ്കിലും നമ്മളെ കുട്ടികളെ കളിയാക്കുകയോ ചീത്ത പറയുകയോ ചെയ്യുമ്പോൾ അവർക്കതൊരു വലിയ വിഷമാണെന്നൊരു പാഠവും കൂടി ഈ സംഭവം നമ്മുടെ മുന്നിൽ വെക്കുന്നുണ്ട്. ചെറിയ കുട്ടികളല്ലേ, അവരെന്തും പറയാം, അവരെ കളിയാക്കുക, അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, അവർക്കത് മനസ്സിലാക്കാനുള്ള പാകതയും പക്വതൊന്നും ആയിട്ടില്ല എന്നൊന്നും കരുതണ്ട. ചെറിയ കുട്ടികളാണെങ്കിലും അവർക്കും ഉണ്ട് അവരുടേതായ ചില അഭിമാനബോധങ്ങൾ. ആ അഭിമാനബോധത്തിന് മുറിവേൽപ്പിക്കാൻ പാടില്ല. അപ്പോൾ ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ സാധാരണ കുട്ടികൾക്കിടയിൽ ഉണ്ടാകുന്ന ചെറിയൊരു വഴക്കാണ്. പക്ഷേ ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞപ്പോൾ അവനക്ക് മനസ്സിനുള്ളിലെ ഏറ്റവും വലിയൊരു വിഷമം അവനെ തീർക്കാൻ വേണ്ടി പുറത്തിറങ്ങി. ആ പുറത്തിറങ്ങിയ സമയത്താണ് എന്ത് ചെയ്തത്, ഇങ്ങനെ ആരോ ഇതിൻ്റെ പിന്നിലുണ്ട്, അല്ലെങ്കിൽ അവൻ സ്വമേധയാൽ നടന്നു പോയി ആ വിഷമം തീർക്കാൻ വേണ്ടി അങ്ങനെ പോയതാണ്. ഒരു പക്ഷേ അങ്ങനെ കാൽ വഴുതി വീഴുന്നതാവോ? എന്തായാലും ഉത്തരം കിട്ടാത്ത കുറേ ചോദ്യങ്ങൾ ബാക്കിയാണ്. ആ ജനപ്രതിനിധി ചൂണ്ടിക്കാണിച്ചതുപോലെ സമഗ്രമായിട്ടുള്ള അന്വേഷണം വരട്ടെ. എന്തായാലും പോലീസിൻ്റെ റിപ്പോർട്ടും അതേപോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊക്കെ പറയുന്നത് അങ്ങനെ അപാകതകളൊന്നും കാണുന്നില്ല. ഒരാൾ കൊണ്ടുപോയതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബലം പ്രയോഗിച്ച അടയാളങ്ങളൊന്നും കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെല്ലാവരും ദുആ ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾ ഈ വീഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ട്, എൻ്റെ കയ്യിൽ ഒരു വാച്ചുണ്ട്. അതാണ് ഈ വീഡിയോക്ക് ഒരു പ്രത്യേകത. ഞാൻ വാച്ച് അങ്ങനെ ഉപയോഗിക്കലില്ല, എൻ്റെ കയ്യിൽ വാച്ച് ഉണ്ടായിരുന്നില്ല. പണ്ടൊരു വാച്ച് ഉണ്ടായിരുന്നു, അത് പോയി. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് റസാഖാണ് ഈ വാച്ച് സമ്മാനിച്ചത്. എൻ്റെ ഒരു മൈക്ക്, ഇവിടെ ഒരു മൈക്ക് ഉണ്ടായിരുന്നു, എൻ്റെ അനിയൻ എനിക്ക് സമ്മാനിച്ചതാണ് കുറച്ച് മാസങ്ങൾക്ക് മുൻപ്. ഈ ഒരു ടീഷർട്ട് എൻ്റെ ഒരു സുഹൃത്ത് സമ്മാനിച്ചതാണ്. ഇതിപ്പോൾ ഇന്നുള്ളതൊക്കെ ഓരോരുത്തർ സമ്മാനിച്ചതാണ്. ഞാൻ വാച്ചിൻ്റെ കാര്യം ഇനിയിപ്പോൾ ചിലർ കാര്യം ഞാൻ വാച്ച് ഇങ്ങനെ പിടിച്ചത് വാച്ച് കാണാൻ വേണ്ടി പിടിച്ചതാണോ എന്നുള്ളത്, കാണാൻ വേണ്ടി പിടിച്ചതല്ല, ഒരു വാച്ച് കിട്ടിയൊരു സന്തോഷത്തിന് പിടിച്ചതാണ്. നമുക്കുള്ളൊരു വാച്ചുകളൊക്കെ അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിട്ട് വാച്ച് അങ്ങനെ കാശ് കൊടുത്ത് ഞാൻ മേടിച്ചിട്ടില്ല, ആരെങ്കിലും കിട്ടുമ്പോൾ അത് ഉപയോഗിക്കുന്നു മാത്രം. അപ്പോൾ കൂട്ടത്തിൽ ആ സന്തോഷം കൂടി പങ്കുവച്ചതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ആ കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.